ഇത് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം? ആൾജിബ്ര ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. ക്വസ്റ്റ്യൻ മോള് വന്നത് നെഗറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ. ഒരു കാര്യം ഓർക്കാം, നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച 7ാം ക്ലാസ്സിൽ പഠിച്ചു കേട്ടോ. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സബ്ട്രാക്ട് ആണ്. ഓക്കെ, സബ്ട്രാക്റ്റില് ചെയ്യാൻ പറ്റുന്നില്ല. സബ്ട്രാക്റ്റില് ഫ്രോം കേസ് വരണം. സബ്ട്രാക്റ്റില് ഇത് അറിഞ്ഞില്ലെങ്കിൽ പ്രശ്നമാവാം. സബ്ട്രാക്റ്റില് ഫ്രോം കഴിഞ്ഞിട്ട് ആരാ വരണം? ഫ്രോം കഴിഞ്ഞിട്ട് ആരാ വരണം? ഈ പുള്ളിയല്ലേ. അപ്പോൾ ഇവനെ എടുത്ത് നമ്മൾ ആദ്യം ഇവനെടുത്ത് എഴുതണം. സബ്ട്രാക്റ്റില് ഫ്രോം കഴിഞ്ഞിട്ട് ആരാണോ വരണോ ആ പുള്ളിക്കാരനെ എടുത്ത് നമ്മൾ ആദ്യം എഴുതണം. സബ്ട്രാക്റ്റില് ഫ്രോം കഴിഞ്ഞിട്ട് ആരാണോ വരണോ ആ പുള്ളിക്കാരനെ നമ്മൾ ആദ്യം എടുത്ത് എഴുതണം. അപ്പൊ ഇത് ആദ്യം എന്താ വരുന്നത്? അതൊക്കെ വിഷയം വളരെ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം വരുന്നത് എന്താ വരുന്നത്? -7a ഇൻറ്റു 6b പ്ലസ് 6b മൈനസ് 4c പുള്ളിക്കാരനെ എഴുതി അല്ലേ. അപ്പൊ പറഞ്ഞു വരുമ്പോൾ ഇത് കഴിഞ്ഞു, ഇവനെ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ആരെ എഴുതാൻ ബാക്കിയുള്ളത്? ഇയാളെ എഴുതാൻ ബാക്കി അല്ലേ, ഈ പുള്ളിനെ എഴുതാൻ ബാക്കിയുണ്ട്. പക്ഷെ സബ്ട്രാക്ട് ആണോ? സബ്ട്രാക്ട് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നെഗറ്റീവ് ഇട്ടാൻ മറന്നോ? നെഗറ്റീവ് സൈൻ ഇട്ടു. നെഗറ്റീവ് സൈൻ ഇട്ടിട്ട് ഒരു കാര്യം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. നെഗറ്റീവ് സൈൻ ഇട്ടിട്ട് നിങ്ങൾ ബ്രാക്കറ്റ് ഇടാൻ മറന്നു പോയെങ്കിൽ ശ്രദ്ധിച്ചോ, നിങ്ങളുടെ ആൻസർ തെറ്റി. നെഗറ്റീവ് കഴിഞ്ഞിട്ട് മക്കള് ബ്രാക്കറ്റ് ഇടാൻ പഠിക്കുക കേട്ടോ. നെഗറ്റീവ് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിനുള്ള നമുക്ക് ആരെ എഴുതാം? ആരെ ബ്രാക്കറ്റിൽ എഴുതാം? ബാക്കി വെച്ചാല് എന്താ? ഈ ഫുൾ എക്സ്പ്രഷൻ ഉണ്ട്, ഈ ഫുൾ എക്സ്പ്രഷൻ. അപ്പൊ അത് ഞാൻ എഴുതി. എന്താണ് വരിക? 3a ഇൻറ്റു 4b മൈനസ് 5c പ്ലസ് 7b എന്നിട്ട് അതിനെ ക്ലോസ് ചെയ്യാം. ഇങ്ങനെയാണ് വരിക. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഒന്നും കൂടി പറയാം. സബ്ട്രാക്റ്റില് മക്കളെ ശ്രദ്ധിക്കുക, വളരെ 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 ഇമ്പോർട്ടൻ്റ്. നമ്മൾ ചോദ്യം ചെയ്ത പോലെയല്ല. സബ്ട്രാക്റ്റില് ഫ്രോം കണ്ടീഷൻ വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫ്രോം കഴിഞ്ഞിട്ട് ആരാണോ പറഞ്ഞത്, ഫ്രോം കഴിഞ്ഞിട്ട് ആരാണോ പേർപ്പിൾ, ആ പേർപ്പിൾ ആളെ ആദ്യം എടുത്ത് എഴുതുക. ഇവനെ ഞാൻ ആദ്യം എടുത്ത് എഴുതി അല്ലെ, ഇവനെ ഞാൻ ആദ്യം എടുത്ത് എഴുതി. സബ്ട്രാക്റ്റ് ആകുമ്പോൾ നെഗറ്റീവ് സൈൻ ആണ്. നെഗറ്റീവ് സൈൻ നമ്മൾ എഴുതി. നെഗറ്റീവ് സൈൻ ഇട്ടിട്ട് എന്താ വേണ്ടത്? നെഗറ്റീവ് സൈൻ ഇട്ടിട്ട് എന്താ വേണ്ടത്? ആദ്യം ആരാണോ ഇനി ആ പുള്ളിനെ രണ്ടാമത്തെ ബ്രാക്കറ്റിനുള്ളിൽ നെഗറ്റീവ് ഡബിൾ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ വരും. അതാണ് കണ്ടോ ഈ ബ്രാക്കറ്റ് ഇട്ടേക്കണം. അതിനാണ് ഈ ബ്രാക്കറ്റ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി എന്താ മക്കളെ? അത് ഈക്വൽ ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തോ. ഈ -7 വെച്ച് 6 മൾട്ടിപ്ലൈ, -7 വെച്ചിട്ട് 16 മൾട്ടിപ്ലൈ, -7 വെച്ചിട്ട് -4c മൾട്ടിപ്ലൈ. ഒന്നുകൂടി പറയുന്നു, -7 വെച്ചിട്ട് 6b മൾട്ടിപ്ലൈ എന്ന് വെച്ചാൽ -42ab. പിന്നെന്താ? -7 വെച്ചിട്ട് 6b മൾട്ടിപ്ലൈ, -7 വെച്ചിട്ട് 6b മൾട്ടിപ്ലൈ, അതായത് -42ab. പിന്നെന്താ വേണ്ടത്? -7 വെച്ചിട്ട് -4c മൾട്ടിപ്ലൈ, അതായത് +28ac എന്നെന്താ ചെയ്യുന്നത്? നെഗറ്റീവ് സൈൻ ഇട്ട് നമ്മൾ ബോർഡ് മാസ് പഠിച്ചു അല്ലെ, BODMAS. മറന്നു നോക്കുക കുട്ടികളെ, ഫസ്റ്റ് ക്ലാസ് ബോർഡ് മാസ്. ബ്രാക്കറ്റ് സോൾവ് ചെയ്യാം. ബ്രാക്കറ്റിനുള്ളിൽ എന്താ? ഓക്കെ, ബ്രാക്കറ്റ് അതേപോലെ ഇവിടെ ഇട്ടു. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. 3a ഇൻറ്റു 4b. 3a ഇൻറ്റു 4b എന്താ? 12ab, അതായത് 12ab. 3a ഇൻറ്റു -5c എന്താ? -15ac. ഇനി എന്താ? 3a ഇൻറ്റു 7b എന്താ? നമുക്ക് +21ab. ഓക്കെ, ഇത് കഴിഞ്ഞു. ആൻസർ കഴിഞ്ഞിട്ടില്ല. ഇത് കഴിഞ്ഞാൽ ആൻസർ കഴിഞ്ഞിട്ടില്ല. ഇനി എന്താ അവർ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ഓക്കെ, ഇവർക്ക് വല്ല വ്യത്യാസം ഉണ്ടോ? അവർക്ക് ഒരു വ്യത്യാസമില്ല. അത് അതേപോലെ -42ab പ്ലസ് 28ac. നെഗറ്റീവ് സൈൻ ഇട്ടു. ബ്രാക്കറ്റ്. ഇനി ബ്രാക്കറ്റ് വേണ്ട,
ഇനി എന്താ ചെയ്യേണ്ടത് അറിയോ? മറ്റേ കുട്ടി പറഞ്ഞ പോലെ നിങ്ങളുടെ പേര് മറന്നു അതാ അസിയാണ് തോന്നുന്നു. എന്നോട് ഇപ്പൊ നെഗറ്റീവിന്റെ പ്രശ്നം ഉണ്ടായിട്ട് പറഞ്ഞു. അതെ, നെഗറ്റീവ് വെച്ചിട്ട് എല്ലാ ആൾക്കാരും മൾട്ടിപ്ലൈ. അതായത് ഈ നെഗറ്റീവ് വെച്ച് ഇയാളെ മൾട്ടിപ്ലൈ, ഈ നെഗറ്റീവ് വെച്ച് ഇയാളെ മൾട്ടിപ്ലൈ, ഈ നെഗറ്റീവ് വെച്ചിട്ട് ഇയാളെ മൾട്ടിപ്ലൈ, മൂന്ന് പേരെ മൾട്ടിപ്ലൈ ചെയ്യാം. നെഗറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം സൈന് മാറിപ്പോകും. പ്ലസ് മൈനസ് ആവും, മൈനസ് പ്ലസ് ആവും. ഞാൻ ഒന്നുകൂടി പറയുന്നു. നെഗറ്റീവ് വെച്ചിട്ട് ആദ്യത്തെ ആളെ, നെഗറ്റീവ് വെച്ചിട്ട് രണ്ടാമത്തെ ആള്, നെഗറ്റീവ് വെച്ചിട്ട് മൂന്നാമത്തെ ആള്. അപ്പൊ നെഗറ്റീവ് വെച്ചിട്ട് ആദ്യത്തെ ആളെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ? നെഗറ്റീവ് ഇൻറ്റു 12 AB എന്താ? മൈനസ് 12 AB. ഇനി നെഗറ്റീവ് വെച്ചിട്ട് നോക്കിയേ മക്കളെ, ശ്രദ്ധിച്ചേ. ഈ നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ? നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്താണ് നമുക്കുള്ളത്? പോസിറ്റീവ് ആണ്. പോസിറ്റീവ് പോസിറ്റീവ് 15AC. 15 ആ, ഈ നെഗറ്റീവും ഈ പ്ലസും ആഡ് ചെയ്യുന്നത് നെഗറ്റീവ് പ്ലസ് എന്താ? ആഹ്, അതായത് മൈനസ് -21 AD. -21 AD. ഒരു ലൈറ്റ് ടേംസ് ഉണ്ട് നോക്കിയോ? ലൈറ്റ് ടേംസ് ഉണ്ടോ? -42 AB ഉണ്ടല്ലേ? -42 ABയും -12 ABയും അല്ലേ? ഞാൻ ഒരു ബ്രാക്കറ്റിൽ എഴുതാം. ഇയാളും ഇയാളും, അതായത് -42 AB പ്ലസ് -12 AB. വേറെ ലൈറ്റ് ടേംസ് ഉണ്ടോ മക്കളെ? ഇതും ADയും ഈ -21 AB അല്ലേ? പ്ലസ് -42 AD പ്ലസ് -21 AD. 21 AD. ആ, ഇവ അത് പിന്നെ ഇവ രണ്ടുപേരും അല്ലേ? ഇവ രണ്ടുപേരും, അതായത് പ്ലസ് 28AC 28 15AC അല്ലേ മോളെ ഇവ? അതെ, ആ അതെ. അപ്പൊ എന്ത് വരും നമുക്ക്? നമുക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബ്രാക്കറ്റ്, ആദ്യത്തെ ബ്രാക്കറ്റ് നമുക്ക് എന്താ വരിക? രണ്ടും സെയിം സൈനം. 42 നെഗറ്റീവ് 42 12 രണ്ടും സെയിം സൈനം. അപ്പോൾ എന്താ വരിക നമുക്ക്? ആഡ് ആൻഡ് പുട്ട് സെയിം സൈൻ. -64 ഞാൻ ഫസ്റ്റ് ക്ലാസ് പഠിപ്പിച്ച രണ്ട് നെഗറ്റീവ് സൈൻസ് ആഡ് ചെയ്യുമ്പോൾ എന്താ? ആഡ് ആൻഡ് പുട്ട് ആഡ് ചെയ്യുക, ആ സെയിം സൈൻ ഉണ്ട് അല്ലേ? സർ 54 അല്ലേ? അങ്ങനെ കേൾക്കാമോ? എന്റെ വോയിസ് ക്ലിയർ ആണോ? സാർ പറയുന്നത് കേൾക്കണില്ല. അങ്ങനെ സോറി പറ്റില്ല, സ്ക്രീൻ പോയി. ഓക്കെ, അപ്പൊ ഇവിടെ -54, സോറി എന്റെ തെറ്റാണ്, എന്റെ തെറ്റ്. ഏത് ചോദിച്ചാലും തെറ്റ് പറ്റൂലോ? ഇല്ലല്ലോ, എല്ലാ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കും. ഇനിന്താ? പ്ലസ് ഇവിടെ നോക്കി കുട്ടികളെ, ഇവിടെ ഇവിടെ എന്താ വരിക? ഇവിടെ -42 -21 രണ്ടും നെഗറ്റീവ് അല്ലേ? അപ്പൊ ആഡ് പുട്ട് സെയിം സൈൻ. അപ്പൊ 63 മൈനസ് നെഗറ്റീവ് നമുക്കായിട്ട് -63 AB പ്ലസ് നമുക്ക് എന്താ? പ്ലസ് നമുക്ക് എന്താ വേണ്ടത്? 28AC 15AC. അപ്പൊ എന്താ വരിക? 28AC 15AC 38 43 പ്ലസ് 43AC. ഇതാണ് നിങ്ങളുടെ ആൻസർ. ഇത് മനസ്സിലായോ? സ്റ്റെപ്പ് ഒന്നുകൂടി പറയോ? ഏതാ മോളെ വേണ്ടേ? ഏത് സ്റ്റെപ്പ്? സെക്കൻഡ് ലാസ്റ്റ് ആണോ? അല്ല, ഈ സബ്ട്രാക്ടിന്റെ തന്നെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞോ? ഓ, തീർച്ചയായും. ഇപ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നെഗറ്റീവ് സൈൻ കഴിഞ്ഞിട്ട് ഒരു ബ്രാക്കറ്റ് വരിക. നെഗറ്റീവ് സൈൻ കഴിഞ്ഞിട്ട്
ഒരു ബ്രാക്കറ്റ് വരികയാണെങ്കിൽ നെഗറ്റീവ് സൈൻ കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് വരികയാണെങ്കിൽ ഓക്കെ അത് ഇവിടെ കൊണ്ടോ നെഗറ്റീവ് സൈൻ കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് വരും. അപ്പൊ നമ്മൾ ബ്രാക്കറ്റ് തുറക്കണം അല്ലേ. ബ്രാക്കറ്റ് പറഞ്ഞാൽ ഒരു സാധനത്തിനെ നമ്മൾ അടച്ചു വെച്ചിരിക്കണം. അത് നമുക്ക് ഇപ്പൊ നമുക്ക് ഒരു ഡോർ അടച്ചു വെച്ചിരിക്കാം. ആ ഡോറിന്റെ ഉള്ളിൽ കുറെ സാധനം ഇരിക്കുന്നത്. ആ കുറെ സാധനം നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഡോർ തുറക്കണ്ടേ അല്ലേ. തീർച്ചയായിട്ടും അല്ലേ. അടച്ചിരിക്കുന്ന ഒരു ബ്രാക്കറ്റ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമ്പേഴ്സ് ഉപയോഗിക്കണമെങ്കിൽ അത് തുറക്കണം. പക്ഷെ അടച്ചിരിക്കുന്ന ബ്രാക്കറ്റിന്റെ പുറത്തൊരു മനുഷ്യൻ നിൽക്കുന്നുണ്ട്, അതാണ് നെഗറ്റീവ്. അപ്പൊ തുറന്നാൽ ആ മനുഷ്യൻ എല്ലാ ആൾക്കാർക്കും എത്തണം എന്ന് പറയുന്ന പോലെ ആ ബ്രാക്കറ്റിന്റെ പുറത്ത് ഒരു നെഗറ്റീവ് ഉണ്ട് അല്ലെ. ഒരു നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവ് ആയിട്ട് എന്താ ബ്രാക്കറ്റ്. അപ്പൊ നെഗറ്റീവ് ചെയ്ത ബ്രാക്കറ്റ് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യണം നമ്മൾ. എന്ന് വെച്ചാൽ നോക്കും, നെഗറ്റീവും 12 മൾട്ടിപ്ലൈ -12 വരും. നെഗറ്റീവും നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്തും പോസിറ്റീവ് വരും. പിന്നെ 15 ഒഴിച്ച് 9 കിട്ടും. ഈ നെഗറ്റീവും പോസിറ്റീവ് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് ആവും അല്ലേ. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്, നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവ്. അങ്ങനെയുള്ള റൂൾ വരിക. ഇങ്ങനെയാണ് നമ്മളുടെ റൂൾ വരുന്നത്. അപ്പം അത് പറഞ്ഞപ്പോൾ ഈ നെഗറ്റീവ് വെച്ചിട്ട് ഈ ബ്രാക്കറ്റ് ഫുള്ള് മൾട്ടിപ്ലൈ ചെയ്യണം. നെഗറ്റീവ് ഇൻറ്റു 12 എഴുതി എന്താ -12 എഴുതി. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് 16 എന്താ പോസിറ്റീവ് 15 യൂസ്. നെഗറ്റീവ് ഇൻറ്റു 21 എന്താ -21 എ. അങ്ങനെ റൂൾ വരും. ഓക്കെ, അടുത്ത കേസ്. നിങ്ങൾക്ക് പല ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് നമുക്ക് എന്താ പഠിക്കണ്ടേ. അടുത്ത് ഇതിൽ ഫ്രം ഇല്ല കേട്ടോ. ഫ്രം ഇല്ലെങ്കിൽ രണ്ടാമത്തെ ആൾ ആദ്യം എഴുതേണ്ട ആവശ്യമില്ല. സബ്ട്രൈ 5a ഇൻറ്റു 3a മൈനസ് 2b പ്ലസ് 7c മൈനസ് 3a ഇൻറ്റു അല്ലെങ്കിൽ മൈനസ് 5a ഇൻറ്റു 3a മൈനസ് 2b പ്ലസ് 7c മൈനസ് 2a ഇൻറ്റു 6a മൈനസ് 2b പ്ലസ് 4c. ഇത് മുമ്പ് ചെയ്ത കേസ് പോലെ തന്നെ, ഒന്നുകൂടി പറയുന്നു, മുമ്പ് ചെയ്ത കേസ് പോലെ തന്നെ. എന്റെ പേര് അറിയാത്ത ആൾക്കാർക്ക് എന്റെ പേര് മനു. ഓക്കെ, ഞാൻ മാത്സിക്സ് ആണ്. സ്പേസ് അക്കാഡമി എന്റെ അക്കാഡമി. ഓക്കെ, സ്പേസ് അക്കാഡമി മൊയിലാളി മാനേജ്മെന്റ് കുട്ടി മൊയിലാളി വേണമെങ്കിൽ പറയാം. ഞാൻ 10 വർഷത്തെ കുവൈറ്റിലെ മാത്സ് പഠിപ്പിക്കാൻ. ഓക്കെ, എന്റെ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കുവൈറ്റിലെ ബോർഡ് എക്സാം ടോപ്പർ എന്റെ ക്ലാസ്സിലായിരുന്നു. ഈ വർഷം എന്റെ കുട്ടികൾ ബോർഡ് എക്സാം അപ്ലൈ ചെയ്തത് നിങ്ങളും പ്രാർത്ഥിക്കാം, ഒരു നല്ല മാർക്ക് കിട്ടും. പക്ഷെ 105 പിള്ളേരോ ഈ വർഷം എന്റെ കുവൈറ്റിലെ അക്കാഡമിന്ന് ബോർഡ് എക്സാമിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരിക്കലും പ്രാർത്ഥിക്കും. കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം എന്റെ അവിടുന്ന് 3 പേർക്കാണ് 100 മാർക്ക്. ഞങ്ങൾ വെബ്സൈറ്റിൽ പോയി മാറി 100 മാർക്ക് മേടിച്ച് ഞങ്ങളുടെ 3 കുട്ടികളാണ്. എന്നോട് കുട്ടികൾ എല്ലാവരും പറയും, സാറേ സാറിന്റെ ബേസിക് ക്ലാസ് കാരണമാണ് ഞങ്ങൾക്ക് ഇത്രയും മാർക്ക് കിട്ടാൻ കാരണം. കാരണം ഇതാരും പഠിപ്പിച്ചു കൊടുക്കത്തില്ല, ഈ ബേസിക്സ് ആരും പഠിപ്പിച്ചു കൊടുക്കത്തില്ല. കാരണം 8:35 വരെ എടുക്കാമോ നഷീബ മോളെ, എനിക്ക് 8:30 വേറെ കുട്ടികളുടെ ക്ലാസ് ഉണ്ട് മോളെ വീട്ടില് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ, നാളെ എടുക്കാം. അപ്പോൾ അതായത് അത്രയും ഇമ്പോർട്ടൻ്റ് എന്റെ ക്ലാസ് പറഞ്ഞാൽ. ഞാൻ പിന്നെ സാർ എന്നെ കുവൈറ്റ് നാട്ടിൽ വേണം. കാരണം എനിക്ക് നാട്ടിൽ ജീവിക്കണം ഇഷ്ടം, ഈ നാട്ടിലെ പിള്ളേരെ പഠിപ്പിക്കണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഓക്കെ, നിങ്ങൾ പറയും സാർ എപ്പോഴും ഇംഗ്ലീഷ്, എന്തുകൊണ്ടാണ് ഞാൻ വീട്ടിൽ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് തന്നെ. ഒരു മലയാളിക്ക് അവന്റെ നാടൻ അല്ലേ. അതാണ് എനിക്ക് നാട്ടിലെ പിള്ളേരെ പഠിക്കും. കുവൈറ്റിലൊക്കെ ഇട്ടിട്ട് നാട്ടിലേക്ക് വന്നു. എന്റെ അമ്മ 25 വർഷത്തെ മാക്സിമം കുവൈറ്റില്. അപ്പോൾ നിങ്ങൾക്ക് എന്റെ ക്ലാസ് കഴിയുമ്പോൾ ക്ലാസ് കേൾക്കും പറയാം, നിങ്ങൾക്ക് വേണ്ടിയത് ഞാൻ പഠിപ്പിക്കുന്നത് അല്ലെ. എന്തെങ്കിലും നോട്ട്സ് ഒന്നുമില്ല, ഞാൻ ഒരു ബുക്ക് ഒന്നും റെഫർ ചെയ്യില്ല. കാരണം എന്റെ മനസ്സിലല്ലേ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ എനിക്കറിയാം. ഓക്കെ, അപ്പോൾ എന്റെ ഫസ്റ്റ് ബാച്ച് നാട്ടിലെ ഞാൻ വന്നിട്ട് എന്റെ ഫസ്റ്റ് ബാച്ച് മെയ് 5-ാം തീയതി ജോയിൻ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെ എല്ലാവരും വിളിക്കുന്നു.
നിങ്ങളെല്ലാവരും വരുന്നു വിശ്വസിക്കുന്നു കേട്ടോ. ഇത് കഴിഞ്ഞ മക്കളെ 2 മിനിറ്റ് ഇത് നോക്ക് പ്രശ്നമായിട്ട് കേട്ടോ. ഈ ക്ലാസ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും എന്തായാലും. അതൊക്കെ പേടിക്കണം. അപ്പോൾ ഒരു കാര്യം ചെയ്യോ, ഒരു ഹോംവർക്ക് അടിച്ചോ. മക്കളെ ഹോംവർക്ക് അടിച്ചോ, ഒരു ഹോംവർക്ക് തരാം കേട്ടോ. ഓക്കെ സാർ. Yes. ആദ്യത്തെ കാരണം ഞാൻ ഫീസിന് വേണ്ടിയല്ല പഠിക്കുന്നത്, വൃത്തിക്ക് ഞാൻ പറയാം, തീർച്ചയായിട്ടും ഞാൻ പറയാം. ഞാൻ ഫീസിന് വേണ്ടിയല്ല പഠിക്കുന്നത്. ഞാൻ കോവിഡിന് ശേഷം പല കുട്ടികളുടെ മാത്സിലെ അവസ്ഥ പരിതാപകരമാണ്. എൻ്റെ അടുത്ത് പല പാരൻസും വന്ന് പറഞ്ഞില്ല, സാറേ എൻ്റെ മക്കൾക്ക് മാത്സ് കിട്ടില്ല. എൻ്റെ കോവിഡിന് ശേഷം മക്കൾക്ക് മാർക്ക് കുറവാണ്. അത് സഹായിക്കാനാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. ഞാൻ ഫീസ് നോക്കി പഠിപ്പിക്കുന്ന സാറിന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് ഉറപ്പായിട്ട് എനിക്ക് ഉറപ്പാണ് എനിക്ക് തോന്നുന്നു ഉണ്ടായിരുന്നു. കാരണം ഞാൻ എല്ലാവരുടെ അടുത്തേക്ക് എത്തിയിട്ട് ഞാൻ ചോദിക്കുന്നു പ്രശ്നങ്ങൾ എന്താണ്, ഇത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞാൻ ചോദിക്കേണ്ടത് കേട്ടോ. ശ്രദ്ധിക്കാം. ഇപ്പൊ -7a ഇൻറ്റു 2a മൈനസ് 4b പ്ലസ് 5c മൈനസ് 6a ഇൻറ്റു 4a മൈനസ് 3b പ്ലസ് 4c. തേർഡ് വൺ -2a ഇൻറ്റു 5a പ്ലസ് 4b മൈനസ് 8c. സാറേ ഈ ഓ മൈനസിന് ശേഷം വരുന്നില്ല ഫസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, അത് എവിടെയെന്ന് വെച്ചാൽ അത് നമുക്ക് ഈ ഫ്രൊമ്മ വരുമ്പോൾ മാത്രം, അപ്പോൾ മാത്രം അങ്ങനെ ചെയ്യാൻ പറ്റും. ഇവിടെ ഫ്രൊമ്മ ഇല്ല, അപ്പം ഡയറക്റ്റ്ലി എഴുതുക, അടുത്ത സ്റ്റെപ്പ് എഴുതുക കേട്ടോ. ഫ്രൊമ്മ വരുമ്പോൾ മാത്രം 5a ഇൻറ്റു 3a ആണോ? ആദ്യ സ്റ്റെപ്പ് അത് തന്നെയാണ് കേട്ടോ. 4a ഇൻറ്റു 2a മൈനസ് 5b പ്ലസ് 5b പ്ലസ് 6c. നിങ്ങൾ പെട്ടെന്ന് പൊട്ടുക. നിങ്ങൾക്ക് ഒരു മാത്സ് മാത്രമേ പഠിപ്പിക്കുന്നു, ഈ ട്യൂഷനിൽ മാത്സ് മാത്രം പഠിപ്പിക്കുന്നു. കാരണം നമുക്ക് വേറെ ടീച്ചേഴ്സിന് വെക്കാം, കുഴപ്പമില്ല. പക്ഷെ ഞാൻ മാത്സ് ടീച്ചർ ആയിക്കൊണ്ട് എനിക്ക് മാത്സാണ് കൂടുതൽ പഠിപ്പിക്കുന്നത്. ഓക്കെ. പക്ഷെ ഐ ക്യാൻ ഗ്യാരണ്ടി മതി ഒരു കാര്യം എനിക്ക് ഉറപ്പാം. നിങ്ങൾക്ക് എല്ലാവർക്കും മാത്സിൽ വ്യത്യാസം പഠിച്ചത്. മാത്സ് ഞാൻ ഫുൾ മാർക്ക് പറയില്ല, പക്ഷെ മാത്സിൽ ഒരു വ്യത്യാസം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ട്യൂഷനിൽ ചോദിച്ചാൽ. ഇത് ബാക്കി ട്യൂഷൻസിനെ പോലെ അല്ല. മാത്സിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വ്യത്യാസം കാണാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഒറ്റ ക്ലാസ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിച്ചെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ട്യൂഷനിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ശരി കുട്ടികളെ. ശരി, ഞാൻ മൈൻഡ് അപ്പ് ചെയ്യട്ടെ. നാളെ കാണാം. നാളെ നമ്മൾ ഡിവിഷൻ കൂടി പഠിച്ച് നമ്മൾ സിമ്പിൾ ഇക്വേഷൻ തന്നെ ചാപ്റ്ററിൽ ജമ്പ് ചെയ്യും കേട്ടോ. നാളെ ക്ലാസ് മിസ്സാക്കണ്ട. ഓക്കെ, ശരി മക്കളെ, നാളെ കാണാം. താങ്ക് യു. ഓക്കെ സാർ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Good night, everyone. Good night. Good night. Good night.